മോനെ അർജുൻ, എന്റെ പേരാണോ മോനിട്ടിരിക്കുന്നത്? എനിക്കെന്നും ഓർക്കാൻ വേണ്ടിട്ട്. മുതലാളി, മുതലാളിയുടെ പേരാ. ഞാൻ കേട്ടതൊക്കെ എങ്ങാതരാ, ഞാൻ കേട്ടു. കുഞ്ഞിങ്ങ് വരൂ. മോന്റെ പേര് അർജുൻ. ആവൂ, എനിക്ക് പറക്കാതെ പോയ സണ്ണിയാണല്ലോ മോനെ. ഉണ്ണി നീ മോൻ വെട്ടിക്കൂ. അല്ല അർജുനെ വെട്ടിയിട്ട് മതി. എനിക്ക് 4:30 ഫ്ലൈറ്റ് പോകേണ്ടതായിരുന്നു. ഞാൻ 5:30 ഇനി പൊക്കോളാം. ഓ ശരി. മുതലാളി ഇപ്പോഴും അർജുനേട്ടാ. എന്താ? അല്ല, ഇയാൾക്ക് വെട്ടാൻ അറിയെങ്കിൽ വെട്ടുമോ അത് വെച്ച്? ഏത് വെട്ടാണ് മോന് സ്റ്റൈലാണ്? വൺ സൈഡ്. ഇയാളെ കത്രയെ പിടുത്തം തന്നെ ഒരു ശരിയല്ല. എന്താണിത്? അറിയില്ലേ? അല്ലേ, അറിയാം. പക്ഷെ ഈ മോൻ പറഞ്ഞ സ്റ്റൈല് എനിക്ക് വൺ സൈഡ് മാത്രമല്ല, ഇവിടെ ബോക്സ് മോഡല് ക്ലീൻ ആയിട്ട് വെട്ടി വരയിട്ട് ഇവിടുത്തെ മുടിയില്ലേ അത് കളർ അടിക്കണം. ഇത്രയൊക്കെ ചെയ്യുവോ? കത്രിയ പിടുത്തം തന്നെ ഇയാളുടെ കൈ കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ഇയാളുടെ കത്രിയ പിടിക്കുന്നതിന് തന്നെ ഒരു ഇതിന് ടക്ക് ടക്കുന്നൊരു ഒച്ചയുണ്ട്. ആ ഒച്ച തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇൻക്ലൂഡിങ് എന്ന് പറയുന്നത്. അർജുനേട്ടൻ പണ്ടേ സകലകലാ വല്ലഭനാണല്ലോ. അല്ല, ഞാൻ അങ്ങ് ദുബായിലെ മോൻ അങ്ങോട്ട് നോക്കിയിരിക്കൂ, കണ്ണാടിയിൽ നോക്കൂ. ദുബായിലെ ഞാൻ മുടിവെട്ടാൻ പോകുമ്പോൾ പല ബാർബർ ഷോപ്പുകളിൽ കയറുമ്പോഴും ഞാൻ പല രീതികളും കണ്ട് എന്തും കണ്ട് പഠിക്കുക എന്നുള്ളത് എന്റെ പണ്ടത്തെ ഒരു ചില്ല. ഞാനൊന്ന് കാണിച്ചു തരാം, അതേപോലെ ചെയ്താൽ മതി. അതുപോലെ ചെയ്തുതരാം. മോനെ ഏതാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞത്? വൺ സൈഡ്. വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡല്ലേ അത് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലീൻ ആവണല്ലോ. അവിടെ ക്ലീൻ ആണെങ്കിൽ അവിടെ ക്ലീൻ ആക്കാം. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. ഇപ്പൊ ഈ തല ചെയ്യുന്നില്ലേ, ഇതൊക്കെ ഞാൻ എത്രയോ സ്വപ്നം കണ്ടാണെന്നറിയോ? തല ചെയ്യുന്നതോ? അല്ല, നമ്മുടെ കുഞ്ഞിന് അർജുനേട്ടൻ തല ചെയ്യി കൊടുക്കുന്നതൊക്കെ. അതെന്താ ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യാമല്ലോ. എനിക്ക് പെറുക്കാതെ പോയ സണ്ണി എന്ന് ഉണ്ണി.